ഡിഗ്രിയും പി ജിയും കഷ്ടപ്പെട്ട് പഠിച്ചു, പരീക്ഷകൾ എഴുതി, തിയറീസ് പഠിച്ചു, പ്രാക്ടിക്കൽസ് ചെയ്തു. പക്ഷേ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളില്ലേ? ക്ലയൻസിനെ എങ്ങനെ റിയൽ ലൈഫ് സെറ്റിങ്സിൽ ഡീൽ ചെയ്യും, അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ഇതൊന്നും നമുക്ക് കോളേജിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നില്ല. ഇതെല്ലാം പ്രാക്ടീസിലൂടെ ട്രയൽ ആൻഡ് എറർ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കുകയുള്ളൂ. ഹലോ, ഐ എം അഷിത നവാദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോളേജിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ച് തരാത്ത എന്നാൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവാൻ പോകുന്ന, ഏറ്റവും യൂസ്ഫുൾ ആവാൻ പോകുന്ന 5 കാര്യങ്ങളെ പറ്റിയാണ്. എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിലും ഞാൻ വരുത്തിയ തെറ്റുകളിൽ നിന്നുമെല്ലാം ഞാൻ പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഹൗ ടു ഹാൻഡിൽ സൈലൻസ്. പലപ്പോഴും തെറപ്പിസ്റ്റുകൾക്ക് വളരെയധികം ഡിഫിക്കൽട്ടി ഉണ്ടാകുന്ന ഒരു കേസാണ് ക്ലയൻസ് കുറച്ച് നേരം മിണ്ടാണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ആ റൂമിൽ കുറച്ച് നേരം ഒരു സൈലൻസ് ഉണ്ടായാൽ അതിനെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത്. നമ്മൾ പലപ്പോഴും അന്നേരം അൺകംഫർട്ടബിൾ ആവാനും ആ സൈലൻസിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൈലൻസ് ക്യാൻ ബി എ വെരി എഫക്റ്റീവ് തെറപ്യൂട്ടിക് ടൂൾ. ബിക്കോസ് പലപ്പോഴും ക്ലയൻസ് ആ സൈലൻസ് എടുക്കുന്നത് അവർക്ക് ആ ഇമോഷൻസ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. സോ അവർക്കതിനെ മനസ്സിലാക്കാനും എനിക്കിങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തന്നെ അവെയർ ആവാനും ഉള്ളൊരു ചാൻസ് ആണത്. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും ആ സൈലൻസിനെ ഇൻ്ററപ്റ്റ് ചെയ്യാൻ പോകാണ്ടിരിക്കുക. അവർക്ക് വേണ്ടി ആ സ്പേസ് ഹോൾഡ് ചെയ്യുക. എത്ര ടൈം വേണേലും എടുത്തോട്ടെ. ആ സമയത്തിന് ശേഷം, ആ സൈലൻസിന് ശേഷം അവർ തീർച്ചയായിട്ടും നമ്മളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. സോ ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്യാണ്ടിരിക്കാനുള്ള പേഷ്യൻസ് നമ്മൾ എപ്പോഴും കാണിക്കണം. അടുത്തത്, ഹൗ ടു ഹാൻഡിൽ ഇമോഷണൽ ട്രിഗേഴ്സ്. പലപ്പോഴും തെറപ്പിയിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, ക്ലയൻസ് അവരുടെ സ്റ്റോറീസ് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇമോഷൻസ് പറയുമ്പോൾ, ഇൻസിഡൻസ് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യും. ഓ, എനിക്കും പണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അത് നമ്മളെ ചിലപ്പോൾ ഇമോഷണലി ട്രിഗർ ചെയ്യും. അത് നമ്മുടെ തെറപ്യൂട്ടിക് അലയൻസിനെയും തെറപ്പിയുടെ ഇമ്പ്രൂവ്മെൻറ്റിനെയും ഒരുപാട് രീതിയിൽ എഫക്റ്റ് ചെയ്യും. എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. വൺസ് ഒരു സെഷനിൽ ക്ലയൻറ്റ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ബോഡി ഷേമിങ്ങിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ എനിക്കിതുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണത്. സോ ഞാനതിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഞാൻ ഈ ക്ലയൻറ്റിനോട് ഓവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇത് ഞാൻ തന്നെ ആണല്ലോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞാൻ എത്താൻ തുടങ്ങി. ആ സിറ്റുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഞാൻ ഗ്രൗണ്ടഡ് ആയി എന്നുള്ളത്. ഞാൻ പ്രസൻറ്റിലേക്ക് വന്നു. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്ന് പ്രസൻറ്റിലേക്ക് വന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന ക്ലയൻ്റാണ്, ഇത് അവരുടെ സ്റ്റോറിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ മൈൻഡ്ഫുള്ളായി. ഓൾസോ ഞാൻ ഗ്രൗണ്ടഡ് ആയി. ആൻഡ് ഇവിടെ എൻ്റെ ഇമോഷൻസിനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എൻ്റെ ക്ലയൻറ്റിനാണെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ആ പോയിന്റ് നോട്ട് ചെയ്തു. ആൻഡ് എൻ്റെ നെക്സ്റ്റ് സൂപ്പർവിഷനിൽ എൻ്റെ സൂപ്പർവൈസറോട് അത് സംസാരിച്ച് ക്ലിയർ ചെയ്തു. ഇതുപോലത്തെ എക്സ്പീരിയൻസസ് നിങ്ങൾക്കും സെഷൻസിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്ലയൻസ് പറയുന്ന സ്റ്റോറീസ് വളരെയധികം റിലേറ്റബിൾ ആയിട്ട് തോന്നുകയും ദിസ് ഈസ് എബൌട്ട് മീ എന്നുള്ള തോട്ട് വരാനും ചാൻസ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ അവരോട് ഓവർ ഐഡൻറ്റിഫൈ ചെയ്യാണ്ടിരിക്കാനും നമ്മുടെ ഇമോഷൻസ് ഓവർ പവർ ചെയ്യാണ്ടിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, നമ്മൾ അവെയർ ആവുക. ഓക്കെ, എൻ്റെ ഇമോഷൻസ് ഇവിടെ ട്രിഗേർഡ് ആവുന്നുണ്ട് എന്നുള്ളതിൽ അവെയർ ആവുക. ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്, മൈൻഡ്ഫുൾ ആവുക, പ്രസൻറ്റിലേക്ക് വരിക, ആൻഡ് നമ്മളെ തന്നെ ഒന്ന് ഗ്രൗണ്ടഡ് ആക്കാൻ ശ്രമിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത സൂപ്പർവിഷൻ സെഷനിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സൂപ്പർവൈസറോട് സംസാരിക്കുക. അടുത്തതാണ് റാപ്പോ ബിൽഡിംഗ്. ടെക്സ്റ്റ് ബുക്സിലൊക്കെ റാപ്പോ ബിൽഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പോസ്റ്റർ റെഡിയാക്കുക, ഓപ്പൺ പൊസിഷനിലിരിക്കുക, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കോർ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് നമ്മൾ ജസ്റ്റ് ഈ മാനുവൽ ഇൻസ്ട്രക്ഷൻസുമായിട്ട് പോയാൽ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ക്ലയൻസിന് മനസ്സിലാവേണ്ടത് അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസിലാണ് അവരുള്ളതെന്നാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവേണ്ടതും അവരുടെ കംഫർട്ടാണ്. ബേസിക്കലി ഐ ആം സീൻ, ഹേർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് എന്നുള്ളത് ക്ലയൻസിൽ മനസ്സിലാവണം. ഈ റാപ്പോ എന്ന് പറയുന്ന സാധനം എപ്പോഴും ഫസ്റ്റ് സെഷനിലോ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് 15 മിനിറ്റ്സിലോ എസ്റ്റാബ്ലിഷ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കേസിൽ 3ാമത്തെ സെഷനിലാണ് ആൾ എന്നോട് പറയുന്നത്, ഇപ്പോഴാണ് നിങ്ങൾ എൻ്റെ പ്രോബ്ലംസിനെ മാത്രമല്ലാണ്ട് എന്നെയും കാണുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ആയതെന്ന്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. അടുത്തതാണ് ബൗണ്ടറി സെറ്റിംഗ്. ക്ലയൻസുമായിട്ടൊരു ഹെൽത്തി ബൗണ്ടറി എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് അവരുടെയും നമ്മുടെയും സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ക്ലയൻസ് നമ്മളുമായിട്ട് ഓവർ അറ്റാച്ച്ഡ് ആവാനും നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കുറച്ചൊരു ആക്സസ് ഡിമാൻഡ് ചെയ്യാനും ചാൻസസ് ഉണ്ട്.
പക്ഷേ ഇത് പലപ്പോഴും നമ്മുടെ തെറപ്പിയുടെ എഫക്റ്റീവ്നെസ്സിനെയും ആ ഒരു അലയൻസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലേക്ക് റിക്വസ്റ്റുകൾ അയക്കുക. നമുക്ക് ഈ സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആവും. അതായത് ഇത് ഞാൻ ഡിനേ ചെയ്താൽ ക്ലയൻറ്റ്സ് ഒഫൻഡഡ് ആയാലോ, ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ അത് ബൗണ്ടറി വയലേഷൻ ആയാലോ. ഈ സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യാണ്ടിരിക്കാൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. തെറപ്പിയുടെ ബിഗിനിങ്ങിൽ തന്നെ ഇതൊരു കംപ്ലീറ്റ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്. നമ്മൾ തമ്മിലുള്ളത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് അസേർട്ടീവായിട്ട് നമുക്ക് ക്ലയൻറ്റിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആൻഡ് ബീങ് അസേർട്ടീവ് ഡസൻ മീൻ നമ്മൾ അവരോട് റൂഡായിട്ട് സംസാരിക്കണം എന്ന്. ബിഗിനിങ്ങിൽ തന്നെ പറഞ്ഞു കൊടുക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്, ഇത് നമ്മുടെയും നിങ്ങളുടെയും സേഫ്റ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ബിഗിനിങ്ങിലെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബൗണ്ടറി വയലേഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കെയർ. ചില ക്ലയൻസിൻ്റെ സ്റ്റോറീസ് ഒരുപാട് നാൾ നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ നമ്മൾ സെൽഫ് കെയറിനും സൂപ്പർവിഷനും ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ബേൺഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. മോസ്റ്റ് കേസസിൽ മിക്ക ക്ലയൻസിൻ്റെയും സ്റ്റോറീസിൽ ഒരു അബ്യൂസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ക്ലയൻസിനോട് ഓവർ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ക്ലയൻസിനോട് നമ്മൾ എക്സ്ട്രാ സിമ്പതി കാണിക്കുകയും ഈ അബ്യൂസറിനോട് നമുക്കൊരു ദേഷ്യമോ ഒരു ഹെയ്റ്റ്രഡോ ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. നമ്മുടെ ഇമോഷൻസിനെ ഇത് ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബേൺഡ് ഔട്ട് ആവാനുള്ള ചാൻസസും ഹൈ ആണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഗുഡ് തെറപ്പിസ്റ്റ് ആവുന്നതിൻ്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സസ്റ്റൈനബിൾ തെറപ്പിസ്റ്റ് ആവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി, അതായത് ക്ലയൻസിൻ്റെ സ്റ്റോറീസ് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് മനസ്സിലായാൽ ഒരു മടിയും കൂടാതെ തന്നെ നിങ്ങളുടെ സെൽഫ് കെയറിനും നിങ്ങൾക്കുണ്ടാകുന്ന എക്സ്ട്രാ സൂപ്പർവിഷൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കോളേജിൽ നിന്ന് മിസ് ഔട്ട് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊപ്പം അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത്. പ്രാക്ടിക്കൽ നോളജും ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും തെറപ്പിസ്റ്റിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ഒപ്പം അക്കാഡമീനെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആൻഡ് നിങ്ങളുടെ തോട്ട്സും ഫീഡ്ബാക്സും കമൻറ്റ് ബോക്സിൽ അറിയിക്കും.